ഹലോ ഗായ്സ്, മറ്റൊരു കിടക്കാച്ചി ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഒരു കിടക്കാച്ചി ഗെയിമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രാനി 4 ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 100 സബ്സ്ക്രൈബ് ആയി കേൾക്കാൻ നമ്മൾ ഗ്രാനി 4 ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗ്രാനി 4 റിബേലിയനാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കളിക്ക് പോകാം. അപ്പോൾ ഇതിലെന്തൊക്കെ കുറേ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ മ്യൂസിക് കുറേ ഓഫ് ആക്കാം. ഹൈ ക്വാളിറ്റിയാണ്, 2 പേരുണ്ട്. അപ്പോൾ ഇത് ഗെയിം പ്ലേ ആണെന്ന് നമ്മളൊന്നും പറയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു എസ്കേപ്പ് ചെയ്യും. അപ്പം ഇതിലത്തെ ഒരു പുതിയൊരാളെന്ന് പറഞ്ഞാൽ നോസ്ഫെറേറ്റോ, ഏതൊരു ശവം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ബ്ലാക്ക് പിടിച്ചിട്ടൊരു ഷട്ടപ്പനായി നിൽക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ മെയിൻ ആൾ. ഇനി ബാക്കി 2 പേരെ നമുക്കറിയേണ്ടതാണ്, തന്തപ്പിടിയും തള്ളപ്പിടിയും. അത് നമുക്കറിയുന്നതാണ്. ഇനി നമ്മൾ ഈസിയാണ് ഇട്ടിരിക്കുന്നത്, വേറൊന്നുമില്ല. അപ്പം ഈ ഗെയിം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാനി 3 എല്ലാ എസ്കേപ്പും കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരെ ഗ്രാനി 4ക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം കാണുന്നത് ഒരു ലൈക്ക് അടിക്കുക, അത്ര ഉള്ളൂ. ഒന്നും പറയണമെന്നില്ലല്ലോ. ലൈക്ക് അടിച്ച് ഇങ്ങനെ പൊളിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം, നമ്മൾ നല്ലോണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 200 സബ്സ്ക്രൈബാണ് നമ്മുടെ ഞാൻ അടുത്ത ടാർഗറ്റ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കളിക്ക് പോവാം. നമ്മുടെ ഇൻട്രോ നമ്മൾ വണ്ടി ഓടിച്ച് വരാണ് കേട്ടോ. ഇത് വണ്ടിയൊന്നല്ല ശരിക്കും വേണം, പതുക്കെയാണ് നമ്മൾ പോകുന്നത് വണ്ടിയിൽ. അവിടെ 8 സിലിണ്ടറിനുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ മുക്കിലായിട്ടുണ്ട്. ഇവിടെ ആരോ മരം വെട്ടി ഇവിടെ ഇട്ടിരിക്കുക. ഞാനാണിപ്പോൾ ആ മരം കുറേ ഇടിച്ച് തെറിപ്പിച്ച് പോയാണ്. ആരോ മരം. ഇതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ നോസ്ഫെറാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഗോസ്റ്റാണ്. അവനാണ് നമ്മളെ കൊല്ലുക. പണ്ട് ഗ്രാനി 3ലാണെങ്കിൽ ഗ്രാൻഡ്പ ഒറ്റ വെടി, ഇവനാണെങ്കിൽ നമ്മുടെ മോന്തയ്ക്ക് ഒറ്റ അടിച്ച് പിടിക്കും. വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പം നമ്മൾ തിരിയുമ്പോൾ ഇതാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ല, മോന്തയ്ക്ക് ഒരു ഒറ്റ അടിച്ച് പിടിക്കും. നമുക്ക് അറിയുന്നതല്ലേ. ഇവനുണ്ട് ഇത് പിടിക്കണം. ആദ്യം അവനെ തന്നെ നമുക്ക് വേണ്ടത്. നമ്മുടെ മോന്തടിച്ച് പിടിച്ചവനാ. അവനെ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പം ഡേ 1 തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. അത്ര ഉള്ളു, വേറൊന്നുമില്ല. അത് ഇപ്പം തന്നെ ശബ്ദം വാഴ്ന്ന് തുറക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്തോ കുറേ തുറക്കുന്നുണ്ട്. ഇതെന്നിട്ട് ഇത് ഓൾഡിക്ക്, ഇത് പുതിയതാന്ന് തോന്നിട്ടെ. നമ്മൾ ഗ്രാനിയിൽ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഇത് പുതിയൊരു സ്ഥലം. പത്താ ഇവിടെ ആരും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. നമ്മുടെ ആളുകളെ വിളിച്ച് കൂട്ടണം അങ്ങോട്ട്. മുമ്പോ നമ്മുടെ മെയിൻ ആൾ വന്നിട്ടുണ്ട്, നമ്മുടെ റിബേലിൻ്റെ ഗ്രാനി 4. ഇവരെല്ലാവരും വന്നു. നമ്മുടെ നോസ്ഫെറാറ്റോ വന്നിട്ടുണ്ട്, ഗ്രാൻഡ്പ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം എന്തിട്ടുണ്ടായി ഇവിടെ എന്തൊറ്റ കുറേ സൗണ്ട് അവിടെ കേൾക്കുന്നത്. ഇവിടെ ഗ്രാനി കുറേ വരുന്നുണ്ട്. ഇതെന്തൊറ്റ അതെല്ലാവരും ചുറ്റി വരുന്നുണ്ടല്ലോ. സൗണ്ട് കേട്ടിട്ട് ഗ്രാനി വന്നു. ഗ്രാൻഡ്പ എങ്ങോട്ടോ പോയി. എല്ലാവരും പോയിന്ന് തോന്നിട്ടെ. ഇവിടെ മരയിട്ടൊന്ന് തപ്പാനായിരുന്നു. ഇവരൊന്ന് തപ്പാൻ സമ്മതിക്കില്ലേ. ഇത് കുറേ എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മളിവിടെ ഇവിടെ ട്രാപ്പ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൽ ഇതാരുടെ റൂമാണ്? ഇത് എനിക്ക് തോന്നുന്നത് ഗ്രാനിയുടെ റൂമാണ്. കാരണം ഗ്രാനിയുടെ റൂമിൽ ഫ്രണ്ട് ഡോർ തുറക്കുന്നതിന് മുന്നേ ഇതെല്ലാം ട്രാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്തോ പറയാനാണ് ഗൈസ്. ഗ്രാനി വരുന്നുണ്ട്. നമ്മുടെ ഗ്രാനിനെ എത്ര ദിവസമായി കണ്ടിട്ട് നമ്മുടെ ഗ്രാനിനെ.
ഞാൻ എല്ലാരും പേരുണ്ടോ സൗണ്ട് കേട്ട് കഴിഞ്ഞാ Hide and seek. അവിടെ ഗ്ലിച്ചടിച്ച് നിന്നു സാലേ പോട്ടെ അവിടെ അവരെ ഗ്ലിച്ചടിച്ച് നിക്കാ അവിടെ മോനെ അവര് ഗ്ലിച്ചടിച്ച് നിക്കാ ഇതിങ്ങനെയാണെങ്കിൽ മൂഞ്ചും അവരെ എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇവിടെ സ്ഥലമില്ല വേറെ റൂമൊന്നുമില്ല ഷോ ഇവർക്ക് സമയമാണ് കളിച്ചടിക്കുക രണ്ടുപേര് കൂടിയിട്ട് ഒന്ന് മാറി നിക്കടേ ഇവിടെ തള്ളശി ബാക്കിക്ക് വാ എന്നിട്ട് കുറച്ച് സ്ഥലം കൊടുക്ക് പാവത്തിന് പോവട്ടെ പൈസ നമ്മൾ പെട്ടുട്ടെ നമ്മളത് ഇപ്പൊ പിടിക്കും പേടിക്കണ്ട നൈസ് എന്തു ചെയ്യാൻ അവരവിടെ ഗ്ലിച്ചടിച്ച് നിൽക്ക അവരവിടെ ഗ്ലിച്ചടിച്ച് നിന്നാക്കാൻ ഞാൻ വിട്ടുകൊടുത്തതാണ് പാവായി കാരണം അവിടെ ചോര പോരെ ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം വയസ്സ് ഇവിടെ എന്തൊരു അതാണ് എസ്കേപ്പ് ആടാ നമുക്ക് ആദ്യമായിട്ടൊരു നല്ലൊരു സാധനം കിട്ടി ഒരു ബുക്ക് അത് പടയ്ക്കുന്ന ഒരു ബുക്കും വയസ്സ് ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് ഡയമണ്ടാ ഇതെന്തിട്ട് പുതിയ ഇതെന്തിട്ട് കുറെ സാധനങ്ങളൊക്കെ ഗ്രാനി ഫോറില് ഇവിടെ അണ്ടർഗ്രൗണ്ട് ദൈവമേ വയസ്സ് വേറെ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ തന്നെ പോവാ ഇനി ഇവരും ഇങ്ങോട്ട് വരുമോ വയസ്സ് അവിടെ എന്തൊരു സാധനം വിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ഡയമണ്ട് ആണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ആ ഡയമണ്ട് എടുക്കാം വയസ്സ് നമുക്കെന്താ വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് വിൻഡപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് വയസ്സ് അവളെ മൂഞ്ചി രണ്ട് സ്ഥലത്ത് രണ്ടാളുകളാ ബെസ്റ്റ് സമയം വയസ്സ് നല്ല സമയം വയസ്സ് നമ്മൾ ഡയമണ്ട് വെച്ച് ഇവിടെ തുറന്നിട്ടുണ്ട് ഇനി ഇവിടെ എന്തിട്ട് പരിപാടി ഇവിടെ ഇവിടെ എസ്കേപ്പ് വെച്ചുള്ള സ്ഥലമുണ്ട് ഡോർ ഈസ് ലോക്കഡ് ഇതൊന്ന് ലോക്കഡ് ഡോർ ഈസ് ലോക്കഡ് എന്ന് പറഞ്ഞു ഇവിടെ ഫുള്ള് നമ്മളെ വളച്ച് കൊല്ലാണ് നമ്മളെ എന്താ പറയുക വെറൈറ്റി സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട് ശരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ കുറേ ഇവിടെ കുറേ എത്തിയിട്ടുണ്ട് ഇത് നല്ല വലിയൊരു വീടായിട്ടുണ്ട് നല്ല സെറ്റ് വീട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഡയമണ്ട് കിട്ടിയാലാണ് കളികൾ നീങ്ങുള്ളൂ അവിടെയാണ് നമ്മൾ രണ്ട് എസ്കേപ്പ് കാർ എസ്കേപ്പ് ഉണ്ട് ഞാൻ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ഉണ്ട് പൈസ അവിടെ കാറുണ്ട് കേട്ടോ നമ്മുടെ കാറാണ് അത് നമ്മൾ വണ്ടി ഓടിച്ച് വന്ന കാറായിരുന്നു അവർ തട്ടിക്കൊണ്ട് പോയിക്കുക പൈസ ഇവിടെ എന്തോ വേണമെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഇതിവിടെ എന്തൊരു സാധനം ഉണ്ട് ഇവിടെ എന്തോ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കാനുണ്ട് പൈസ അവൾ മൂഞ്ചി വേണ്ട വേണ്ട ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഇവിടെ പുറം ഭാഗം ഉണ്ട് കേട്ടെ ഓ അങ്ങനെ ഒരു പുറം നമ്മൾ കണ്ടു ഇനി ഇവിടെ കുറെ എന്തൊരു കുറെ ഇവിടെ എന്തോ ഇത് വേറെ എക്സിറ്റ് ഇവിടെ എന്തോ കുറെ സാധനങ്ങൾ വേണമായിട്ട് എനിക്ക് അതിനിടെ ലിവർ മോള
ഡാ 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 ഇതൊന്ന് കയറി നോക്കണം. അത് മോൾ ഭാഗം കുറവോ? എനിക്കിഷ്ടമായിട്ട് അതെനിക്കിഷ്ടമായി. നമ്മുടെ ഗ്രാനി 3 കുറേ മോളുണ്ട്. ഡോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പ്ലാങ്ക് വേണമെന്നോ? അയ്യോ ഇത് ഹാർമർ വേണമെന്നോ? ഡോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓടോ അതേ ഗ്രാൻഡ് അവിടെ നിൽക്കുക പാവം. ഇത് നമ്മുടെ ഡേ 4 ആണ്. നമുക്ക് ഇനി ലാസ്റ്റ് നമ്മൾ തന്നെ ചാവാം. നമ്മൾ ചാവാൻ പോവാണ്. ഇനി നമുക്ക് ഇനി അതിൻ്റെ ഒരു എസ്കേപ്പ് വീഡിയോ ഇടാം. കാരണം ഇത് ലാസ്റ്റ് ഡേ ഇതിലൊന്നും നമ്മൾ ചെയ്യാവുന്നില്ല. നമ്മൾ ചത്തുണ്ട്. ലാസ്റ്റ് ഡേ കഴിഞ്ഞു. നമ്മൾക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ ഗ്രാൻഡ് എങ്ങനെ കൊല്ലാൻ നോക്കാം. അവിടെ എന്തൊറ്റത് ഇത് അണ്ടർഗ്രൗണ്ട് സ്ഥലം. അതേ ഓ 2 പെണ്ണുങ്ങളവിടെ 2 ആണുങ്ങളവിടെ. ഓ കൃത്യ പൊസിഷൻ. ഗ്രാൻഡ് തോക്കൊണ്ട് വെടിവെച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് അടിക്കുകയാണെങ്കിൽ ഗ്രാനി ഫോറിൻ്റെ എസ്കേപ്പ് വീഡിയോ, കാർ എസ്കേപ്പ്, അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ്, നിങ്ങൾ എസ്കേപ്പ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.